എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉത്തരം മുട്ടിയ ഉത്തര എന്ന് പറഞ്ഞിട്ട്. അതിൽ ഉത്തരം മുട്ടിപ്പോയിട്ടോ ശരിക്കും ഉത്തര ചേച്ചി ഇത്രയും കാലം എന്റെ നേരെ എത്രയൊക്കെ വീഡിയോ ചെയ്തിക്കോ അത്രയൊക്കെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയിട്ടോ. ഞാൻ ഈ വിവരമൊക്കെ അറിയുന്ന സ്റ്റേഷനിലെത്തിയതിനു ശേഷം ഞാൻ എന്റെ ഫോണിൽ ലിങ്ക് തുറന്ന് കാണിച്ചു കൊടുക്കാൻ പോയപ്പോഴാണ് ഇത് ഡിലീറ്റ് ചെയ്ത വിവരം അറിയുന്നത്. എന്നാൽ ഉത്തര ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ ഞാൻ പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉത്തര ചേച്ചി മനസ്സിലാക്കിയില്ല. തെളിവ് നശിപ്പിച്ചത് കൊണ്ട് കേസ് ഇല്ലാതായി മാറുമെന്ന് ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവും. ഞാനിതൊക്കെ പെൻഡ്രൈവിൽ ഇന്നലെ രാത്രി തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷമാണ് ഞാനിത് പരാതി കൊടുക്കാന്നുള്ളത് തീരുമാനിച്ചത്. ഇപ്പം ഉത്തര ചേച്ചി ലൈവിൽ വന്നു. ഉത്തര ചേച്ചി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ വരുന്നതും ഇനിയോ എന്നെ കുറിച്ച് പറയണം. നിങ്ങൾ നിർത്തരുത്. കാരണം ഞാൻ പരാതിയിലും വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിരന്തരം ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് എനിക്ക് അവിടെ സ്റ്റേഷനിലെ ആ ഒരു വീഡിയോ മാത്രമേ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി പെൻഡ്രൈവിലാക്കിയിട്ട് ഞാൻ അവർക്ക് തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ എന്തിനാണ് പരാതി കൊടുത്തതെന്ന് ഉത്തര പറയുന്നൊരു കാര്യമുണ്ട്. ഇവള് 18ഓളം ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതേ ഉത്തര ചേച്ചി, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ഞാൻ നിയമസഹായം തേടാറാണ് പതിവ്. അല്ലാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യാറോ അല്ലെ അവരുടെ വീട്ടിൽ കയറി തല്ലാറോ അല്ലെ അവരുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്താറോ ഒന്നും അല്ല ചെയ്യാറ്. എനിക്ക് നേരെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പം ഞാൻ നേരെ നിയമസഹായത്തിന് മുമ്പിലേക്ക് പോവുകയേ ചെയ്യാറുള്ളൂ. എന്നെ പഠിപ്പിച്ചതും അതാണ്, എന്തുണ്ടെങ്കിലും നിയമസഹായം തേടണം എന്നുള്ളത്. അല്ലാതെ എൻ്റെതായ രീതിയിൽ ഞാൻ ഒന്നും വൈരാഗ്യം തീർക്കാറില്ല. അപ്പോൾ ഇനി എന്തിനാണ് ഞാൻ പരാതി കൊടുത്തത് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഇന്നലെ അത് പറയാതിരുന്നത് അത് എത്രത്തോളം വലിയ തെറ്റാണ് എന്നുള്ളത് ചേച്ചി മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ കേസ് കൊടുത്തതിന് ശേഷം മാത്രം അതെന്തിനാണ് എന്നുള്ളത് പുറം ലോകത്തോട് പറയാമെന്ന് കരുതിയതാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് ഡിലീറ്റ് ചെയ്യൂ എന്നുള്ളത്. ഞങ്ങൾക്ക് ആദ്യമേ തോന്നിയത് കൊണ്ട് ഞങ്ങൾ അതൊക്കെ പെൻഡ്രൈവിലാക്കി വെച്ചത് അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പരാതി കൊടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം അതിൽ മക്കളെ മെൻഷൻ ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ മുമ്പ് ഈ ഉത്തരൻ്റെ വീഡിയോ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ മോൻ 8ാം ക്ലാസ് പഠിക്കുകയാണ്. എൻ്റെ മോന് ഗ്രൂപ്പുണ്ട്. എൻ്റെ മോൻ്റെ ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു കുട്ടി ചോദിച്ചതാണ്, ലെൻഷാനെ നിൻ്റെ മാമനും ഉമ്മയും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങളെ കൂട്ടാറില്ലേ, നിങ്ങൾക്ക് തരാറില്ലല്ലേ എന്ന് പറഞ്ഞിട്ട്, നീ പറയുന്നതൊക്കെ വെറുതെ ആയിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടി കളിയാക്കി എൻ്റെ മോന. കാരണം എൻ്റെ മോന് ഓരോരോ സ്ഥലത്ത് ടൂറ് പോയി വന്നിട്ട് അവരെടുത്ത് പറയാറുണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ഫുഡ് കഴിച്ചു ഇന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നലെ ആ കുട്ടി എൻ്റെ മോനെ കളിയാക്കി, നീയൊക്കെ കള്ളത്തരം പറഞ്ഞതാലേ, നിന്റെ ഉമ്മയും മാമനും എവിടെയും പോകുമ്പോൾ നിങ്ങളെ കൂട്ടാറില്ലല്ലേ, നിങ്ങൾക്ക് ഭക്ഷണം തരാറില്ലല്ലേ എന്ന് പറഞ്ഞ്. അതിന് എൻ്റെ മോൻ കരഞ്ഞു. എൻ്റെ മോന് നാളെ തൊട്ട് ക്ലാസ് പോവില്ല എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് അവിടെ ഒരു വിഷയം ഉണ്ടായത്. ഉത്തരം എങ്ങനെയാണ് മെൻഷൻ ചെയ്തത്, രാത്രി സമയം 12 മണിയായി എന്ന് പറഞ്ഞിട്ട് അരുണ് വരും പോലും. അപ്പം എന്നോട് വാ പുറപ്പെട്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുക എന്ന് പറയും. അപ്പോഴേക്കും ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരും. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് വലിയ ഹോട്ടലിൽ പോയിട്ട് നല്ല ഭക്ഷണം എൻ്റെ മക്കൾക്ക് കൊടുക്കാതെ ഞാൻ കഴിക്കുകയും ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് എൻ്റെ മക്കൾ അത് കാണുമ്പോൾ അവർക്ക് വിഷമമാവൂലേ എന്നുള്ള രീതിയിലാണ് ഉത്തര അത് ചോദിച്ചത്. ആ വീഡിയോ ആണ് എൻ്റെ മോൻ കാണാൻ ഇടയായതും മോൻ്റെ ക്ലാസ്സിലുള്ള കുട്ടി ഇങ്ങനെ അവനോട് ചോദിക്കുകയും ചെയ്തത്. അപ്പം ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തത്. എൻ്റെ മോന് ഞാൻ ഇങ്ങനെ ഇട്ടൊരു വീഡിയോന് ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ വന്നിട്ടുണ്ടെന്നും അതിന് എൻ്റെ മകൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് മകന് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പരാതി കൊടുത്തത്. ഞാൻ അതിപ്പേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളെ മെൻഷൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കുന്നത് എന്നുള്ളത്. അത് വ്യക്തമായിട്ട് ഇതാണ് സംഭവം. അപ്പം സ്റ്റേഷൻ എന്ന് പറഞ്ഞത് കുട്ടിക്ക് 18 വയസ്സാവാത്തത് കൊണ്ട് അത് ചൈൽഡുകാരെയും കൂടി അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരറിയിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ ഉത്തര പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര പിടിപാടുണ്ട്. ആ പിടിപാട് വെച്ചിട്ട് ഞാൻ കള്ളക്കേസ് കൊടുത്തിട്ട് ഉത്തരനെ ജയിലിലാക്കുമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വെള്ളരിക്ക പട്ടണമൊന്നല്ല ഉത്തര ചേച്ചി. നമ്മൾ ഒരാളുടെ പേരിൽ പരാതി കൊടുക്കുമ്പം ആ പരാതിയിൽ എത്രത്തോളം കയമ്പുണ്ട് എന്ന് സ്റ്റേഷനിൽ അല്ലെ പോലീസുകാർ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അവർ ആ പരാതി സ്വീകരിച്ച് കേസെടുത്ത് നടപടി ആരംഭിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ പരാതി കൊടുക്കുന്നതിൻ്റെ കൂടെ ഉത്തര പറഞ്ഞ വീഡിയോസും അതിൻ്റെ കൂടെ തെളിവായിട്ട് എൻ്റെ മകൻ്റെ ഫ്രണ്ട് ചോദിച്ച വീഡിയോ ഓഡിയോ വരെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ പരാതിയോടൊപ്പം കൊടുത്തത്.
അപ്പം ഞാൻ അതിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ ആ വീഡിയോയിൽ നടന്നിട്ടുണ്ടോയെന്നും എൻ്റെ കുട്ടിയുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നും പോലീസുകാർ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ കേസെടുത്ത് നടപടി ആരംഭിക്കുകയുള്ളൂ. അല്ലാതെ നമുക്കൊരാളടുത്തേക്ക് ഭയങ്കര പിടിപാടുണ്ടെന്നും പറഞ്ഞിട്ട് ഒരാളടുത്തേക്ക് പോയിട്ട് കേസ് കൊടുക്കാനോ ഇതാക്കാനോ പറ്റൂല. പിന്നെ എനിക്ക് ആരെടുത്തും പിടിപാടും കാര്യങ്ങളൊന്നുമില്ല. എന്നെ എല്ലാവരും ഏകദേശം ഒഴിവാക്കിയതാണ്. ഒരു തെറ്റും ചെയ്യാതെ തെറ്റുകാരിയായി ഈ നായിയെ പൂച്ചയാക്കാനും പൂച്ചയെ പട്ടിയാക്കാനും ഈ സോഷ്യൽ മീഡിയ പറ്റുന്നത് കൊണ്ട് ഈ ഉത്തരം എന്നെ ചെയ്തത് പോണം. എന്നെ സമൂഹം ഒരിക്കൽ ചെയ്തിട്ട് ആരുമില്ലാതായി മാറിയൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പിടിപാടുണ്ട് എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് ഉൾക്കൊള്ളൂല ഉത്തര ചേച്ചി. പിന്നെ ഉത്തര ചേച്ചി ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തതുകൊണ്ട്, ഉത്തര ചേച്ചി തെളിവ് നശിപ്പിച്ചതുകൊണ്ട് സേഫായി എന്ന് വിചാരിച്ച് സ്വയം സമാധാനിച്ച് നിൽക്കുക. ഒരു വീഡിയോ അല്ല എന്നതിന് ശേഷം 2 വീഡിയോ എൻ്റെ നേരെ ചെയ്തു. അപ്പോൾ ഉത്തര ചേച്ചി അതിൽ ഇങ്ങനെ പറഞ്ഞ് മക്കളുടെ ഒരു സെൻറ്റൻസ് വരുന്ന സമയത്ത് ഉത്തര ഫോണ് എന്തോ ഓട്ടോമാറ്റിക്കായിട്ട് ഇതായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഉത്തര അവിടെ വെച്ച് നിർത്തി ബാക്കി ടോക്കാൻ വന്നതാണ്. ബാക്കി സംസാരിച്ചിട്ട് ഇതാക്കിയതാണ്. അപ്പോൾ ഇതിനാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. അല്ലാതെ വഴിയെ പോകുന്നോലെയും വരുന്നോലെയും പേരിലല്ല പരാതി കൊടുക്കുന്നത്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിനെ അതിലേക്ക് എടുത്തിടുമ്പോൾ ആ കുട്ടിക്ക് എത്രത്തോളം മാനസിക വിഷമം ഉണ്ടാക്കുമെന്നും അത് എത്രത്തോളം വലിയ ശിക്ഷാർഹമായിട്ടുള്ള തെറ്റാണെന്നുള്ളൂ ഈ ഉത്തര ഒരിക്കലും മനസ്സിലായില്ല. പിന്നെ അതിൽ ഉത്തര പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചിയാവാൻ പ്രായമുണ്ട് ഉത്തര ചേച്ചി, എന്നെ കുഞ്ഞെ മോളെ എന്നൊക്കെ വിളിക്കുന്നത് അത് എൻ്റെ ഉമ്മയും പാപ്പയും പോലും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ലാണ്. അപ്പം ആ ഉത്തരനെ അമ്മച്ചിയാവാൻ പ്രായമുണ്ട് എന്ന് പറഞ്ഞു. അമ്മച്ചിയാവാൻ പ്രായമുണ്ട് എന്ന് ഉത്തരനെ ഉദ്ദേശിച്ചെങ്കിൽ ഉത്തര പറയുന്ന 40-ന് മുകളിലായി വയസ്സ്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ 40-ന് മുകളിലായാലും അമ്മച്ചി എന്ന് പറയൂ കേട്ടോ. ഞാൻ എന്നെ തന്നെ മെൻഷൻ ചെയ്തതായിരുന്നു. അത് ഉത്തരനെ ബോഡി ഷെയിം ചെയ്തു എന്ന് പറഞ്ഞു. ഉത്തര കംപ്ലൈൻറ്റ് കൊടുത്തോളൂ. എൻ്റെ വീഡിയോ അവിടെ തന്നെ ഉണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താണോ പരാതി കൊടുക്കുന്നത് അത് അതിൽ കഴമ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ പോലീസുകാർ കേസ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏതോ ബൈജുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. VK ബൈജു, ഏതോ ബൈജു അല്ല VK ബൈജു. പൊന്നാര ചേച്ചി, എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വീഡിയോ ചെയ്തത് ഈ VK ബൈജു ആട്ടോ. അതൊരു തല. പിന്നെ ഈ അണ്ടർവയർ തയ്ച്ചിട്ടാവരുത് എന്ന് ഞാൻ പറഞ്ഞത് അണ്ടർവയർ കഴിച്ചിട്ടാവരുത് എന്ന് ഉത്തര ചേച്ചിയായിട്ട് സ്വയം പറഞ്ഞു. എൻ്റെ ചേച്ചിയെ അണ്ടർവയർ എല്ലാവരും തയ്ക്കലാണ്, മെഷീൻ വെച്ച് തയ്ക്കലാണ്, അല്ലാതെ കഴിച്ച് ഞാൻ കേട്ടിട്ടില്ല. പൊതുവെ പഴഞ്ചൊല്ലും പറയൽ അങ്ങനെ, അണ്ടർവയർ തയ്ക്കാന്ന് പറയാ, കഴിക്കാന്നല്ല. നിങ്ങളെ നാട്ടിലേക്ക് തിന്നലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ ചേച്ചിയെ. എൻ്റെ നാട്ടിലേക്ക് അണ്ടർവയറൊക്കെ തയ്ക്കലാണ്, അത് അവർ കഴിക്കാന്നാക്കി. അതും അണ്ടർ വേൾഡ് എന്ന് പറഞ്ഞത്, അണ്ടർ വയറ് നല്ല കേട്ടോ. അപ്പം അങ്ങനെ ആക്കി. അപ്പം VK ബൈജുവിന് വേണ്ടിയിട്ടും BJPക്കാർക്ക് വേണ്ടിയിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇവരാരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല മക്കളെ. എന്നൊരു കാലത്ത് അവർ തന്നെ സംഖ്യയെന്ന് വിളിച്ച് ഇപ്പം അവർ തന്നെ എന്നെ തള്ളി പറഞ്ഞതാ. എനിക്ക് ആരുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തതാണ്. ഞാൻ എൻ്റെ പാടും നോക്കി എൻ്റെ വരയായിട്ട് നടന്നു. ആ വരനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് പരാതിയിൽ. ഇതിനു മുമ്പ് ഉത്തര പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്, അതും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാർട്ടൂൺ വരച്ച് സെയില് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഉത്തര പറഞ്ഞത്. ഞാൻ കാർട്ടൂണോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരാളുടെ തൊഴിലിനെ അപമാനിക്കുന്ന രീതിയിലും നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഏതൊരു തൊഴിലെടുക്കുന്നതിലും അതിലൊരു മഹത്വമുണ്ട്. അപ്പോൾ അത് പറഞ്ഞതും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് തന്നെ ആയാലും ഉത്തര ചേച്ചി എൻ്റെ നേരേക്കുള്ള വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോയി. ഉത്തര ചേച്ചി സേഫായി. പക്ഷേ ഇതൊക്കെ പെൻഡ്രൈവിലാക്കിയിട്ട് ഞാൻ തെളിവായിട്ട് കൊടുത്ത കാര്യം ചേച്ചിക്ക് അറിയില്ല. ചേച്ചി ഇനി ആരെക്കുറിച്ചെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഓർക്കുക, അവരത് ഡൗൺലോഡ് ചെയ്തത് വെച്ചതിന് ശേഷം മാത്രമേ അതവർ പരാതിക്കായിട്ട് പോവുകയും അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ചേച്ചിക്കോട് വേണ്ടിയിട്ട് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെ കയറിയിട്ട് ട്രൗസർ അടിക്കാമെന്ന് വിചാരിച്ചാലും ഞാൻ ട്രൗസർ എന്ന് പറയാൻ കാരണം ഇനി അണ്ടർവെയർ എന്ന് പറഞ്ഞിട്ട് അത് ഒരു വിഷയമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ട്രൗസർ എന്ന് പറഞ്ഞത്. ട്രൗസർ അടിക്കാൻ പോയാലും അത് നമുക്കുള്ള വള്ളിയായിട്ട് വരും എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ. ഏതായാലും എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളാണ് ഇതിലേക്ക് എടുത്തിട്ടതിലും അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ കുട്ടികളെ കൊണ്ട് കളിയാക്കിപ്പിച്ചതിലുമാണ് ഞാൻ കേസ് കൊടുത്തതും. അതിന് നേരെയാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതും. അല്ലാതെ നിരപരാധിയായ ആരെയും ഞാൻ അപരാധിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇതുകൊണ്ടാണ് വ്യക്തമായിട്ടുള്ള തെളിവുകൾ സഹിതം ഞാൻ പറയാമെന്ന് കരുതിയത്. കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം പറയുന്നതാണല്ലോ എന്തുകൊണ്ടും നല്ലത്.
അപ്പം കൊടുത്തിട്ടുണ്ട്. ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം എനിക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ചൈൽഡുകാരുടെ അടുത്ത് അവർ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ, ഞാനായിട്ട് പോകുന്നില്ല. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോന് സ്കൂളിൽ പോകാൻ കൂട്ടാക്കിയില്ല കേട്ടോ. ഇന്നലെ അവന് കുട്ടികളിങ്ങനെ പറഞ്ഞ് ഞാൻ കുറവായിമ്മ, ഇനി എങ്ങനെ അവളോട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകുക, ഞങ്ങളിതൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ അവനങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇല്ല, ഇനി അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നിനക്ക് വരൂല, ഇത് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തോളൂ എന്ന് ഞാൻ ഓന് പ്രോമിസ് ചെയ്താരാണ് ഓന് സ്കൂളിൽ പോകാന്നുള്ളത് സമ്മതിച്ചത്. അപ്പം അവൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഉമ്മ ഞാൻ വരാം, ഞാൻ എഴുതി കൊടുത്തോളാം കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എന്തൊക്കെ ആയാലും ഒരാൾക്ക് ആർക്കായാലും തെറ്റ് പറ്റും. ആ തെറ്റിനെ ഒരുപാട് ക്രൂശിക്കാൻ നമ്മൾ പാടില്ല. അവനായിരുന്നു ആ പരാതി എഴുതി കൊടുത്തതെങ്കിൽ അത് ഇങ്ങനെയൊന്നല്ല പോവുക. കുട്ടിക്ക് മാനസിക വിഷമം ഉണ്ടായി എന്ന് പറഞ്ഞ് കുട്ടി തന്നെ പരാതി എഴുതി കൊടുത്താൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കള്ളക്കേസും മറ്റേ കേസും ഒന്നും അല്ല എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറയാണ്. ഉത്തര പറഞ്ഞതാണ്, ഞങ്ങൾ നല്ല നല്ല ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാതിരിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ എന്നാണ് ഉത്തര അതിൽ പറഞ്ഞത്. ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഉത്തരൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്. അപ്പോൾ ഈ വിവരങ്ങളും ഡീറ്റെയിലുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും നന്ദി, നമസ്കാരം.